സ്കൂളുകളിൽ അറബ് വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സൂചന. ഒരു കുടുംബത്തിലെ ഒന്നിലധികം കുട്ടികൾക്ക് ഒരേ സ്കൂളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതിന് ഇത് പ്രയാസം സൃഷ്ടിക്കും. ഖത്തരികൾക്ക് പുറമെ സുഡാൻ, ഈജിപ്ത്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷിതാക്കളാണ് ഇന്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷൻ തേടിയെത്തുന്നവരിൽ ഭൂരിഭാഗവും. താരതമ്യേന കുറഞ്ഞ ഫീസും ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമുള്ള ഉയർന്ന പഠന നിലവാരവുമാണ് അറബ് വിദ്യാർത്ഥികളെ ഇന്ത്യൻ സ്കൂളുകളിലേക്ക് ആകർഷിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കൂടുതൽ സീറ്റുകൾ മാറ്റിവെച്ചതിനാൽ അറബ് വിദ്യാർത്ഥികളുടെ 100-ലധികം അപേക്ഷകൾ മാറ്റിവെച്ചതായി ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. They like Indian system of education. Number 2 is the fees level is little less here. And number 3 is this is the good school providing quality education. സുപ്രീം കൌൺസിലിന്റെ കർശന നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളാനാവും വിധം ക്ലാസ് മുറികൾ വിപുലീകരിക്കാനും അനുവാദമില്ല. 40-ൽ കൂടുതൽ കുട്ടികൾക്ക് ഒരു ക്ലാസ്സിൽ പ്രവേശനം അനുവദിക്കരുതെന്നാണ് സുപ്രീം കൌൺസിലിന്റെ നിർദ്ദേശം. മിക്ക സ്കൂളുകളിലും KG ക്ലാസുകളിലേക്കുള്ള പ്രവേശനം അവസാന ഘട്ടത്തിലാണ്. അൻവർ പാലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദോഹ. അപ്രതീക്ഷിതമായി എത്തി UAE നനച്ച മഴ. കാണാം ഇടവേളയ്ക്ക് ശേഷം.